20 വർഷമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയായി അധികാരത്തിലിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു സ്ഥാനമൊഴിയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രിയായ നഫ്താലി ബെനറ്റ്. വളരെക്കാലം അധികാരത്തിലിരിക്കുന്നത് ആരോഗ്യകരമല്ലെന്നും ഇസ്രായേൽ സമൂഹത്തിന്റെ വിഭജനത്തിന്റെ ഉത്തരവാദി നെതന്യാഹു ആണെന്നുമാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത്. 2023 ഒക്ടോബറിലാണ് ഹമാസ് ആക്രമണവും തുടർന്നുണ്ടായ ഗാസ യുദ്ധവും നടന്നത്. തുടർന്ന് ഇതിന്റെ പേരിൽ ഇസ്രായേലിൽ ഭിന്നിപ്പ് രൂക്ഷമായിരിക്കവെയാണ് ബെനറ്റ് ഇത്തരത്തിൽ ആവശ്യമുന്നയിച്ചത്. 12 വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്ന നെതന്യാഹുവിനെതിരെ ബെനറ്റ് 2021 നെതന്യാഹു വിരുദ്ധരെ ചേർത്ത് സർക്കാരുണ്ടാക്കിയിരുന്നു. അതോടെയാണ് നെതന്യാഹുവിന് പ്രധാനമന്ത്രി പദം നഷ്ടമായത്. എന്നാൽ ബെനറ്റിന്റെ സഖ്യ സർക്കാർ 1 വർഷം പോലും തികച്ചില്ല. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ തീവ്ര വലത് ജൂത പാർട്ടികളെ ചേർത്ത് സഖ്യമുണ്ടാക്കിയാണ് നെതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. അതിനുശേഷം രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ബെനറ്റ്. അതിനാൽ ഇതിലൂടെ ബെനറ്റ് തിരിച്ചുവരാൻ ഒരുങ്ങുകയാണെന്നും അഭ്യൂഹമുണ്ട്. അതേസമയം യുദ്ധം നിർത്തണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തിനിടെ വടക്കൻ ഗാസ ഒഴിയാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഇറാനുമായി വെടിനിർത്തിയ പശ്ചാത്തലത്തിൽ ഹമാസിനെതിരെ യുദ്ധം വീണ്ടും ശക്തമാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചതിന്റെ ഭാഗമാണിത്. ശനിയാഴ്ചയാണ് യുദ്ധം നിർത്തുവാനും ബന്ദികളെ മോചിപ്പിക്കുവാനും ട്രംപ് ആഹ്വാനം ചെയ്തത്. അടുത്ത ആഴ്ചയോടെ വെടിനിർത്തൽ ഉണ്ടായേക്കുമെന്നും പറഞ്ഞു. വടക്കൻ ഗാസയിൽ നിന്നും തെക്കോട്ട് മുവാസി മേഖലയിലേക്ക് പോകാനാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം. ജബലിയ ഉൾപ്പെടെ ഗാസ സിറ്റിയുടെ ഭാഗങ്ങളിൽ നിന്നും ഒഴിയാനും നിർദ്ദേശമുണ്ട്. ജബലിയയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നുവെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ. ഇങ്ങനെ തുടരുന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിലും വെടിവെപ്പിലും ഞായറാഴ്ച 23 പേരാണ് ഗാസയിൽ മരണപ്പെട്ടത്. അതിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചിട്ട് 20 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധം നിർത്തലാക്കുവാൻ ഈജിപ്തും ഖത്തറും ചേർന്ന് ചർച്ചകൾ നടത്തുകയാണ്. യുദ്ധം നിർത്തൽ കരാർ തയ്യാറായാൽ 20 ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുവാൻ തയ്യാറാണെന്നാണ് ഹമാസ് അറിയിച്ചത്. എന്നാൽ ഹമാസിനെ നിരായുധീകരിച്ചാലേ യുദ്ധം നിർത്തൂ എന്ന നിലപാടാണ് ഇസ്രായേലിന്. ഇതിനോടൊപ്പം വെസ്റ്റ് ബാങ്കിലെ ഹമാസ് ശൃംഖല തകർത്തെന്നും 60 ഹമാസ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തെന്നുമാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഹെബ്രോൺ നഗരത്തിലെ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചെന്നും ഇസ്രായേൽ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷൈൻ ബത്ത് പറഞ്ഞു. ഇത് സൈന്യവും പോലീസും ചേർന്ന് നടത്തിയ സൈനിക നടപടിയുടെ ഫലമാണ് എന്നാണ് അവർ പറഞ്ഞത്.